നമസ്കാരം. നിലമ്പൂര് പാലക്കാട് ആവർത്തിക്കുമോ? വലിയൊരു ചോദ്യമാണ്. നിലമ്പൂരിൽ പാലക്കാട് ആവർത്തിക്കുമോ എന്നുള്ള ആ ഒരു ചോദ്യവും അതിനെ തുടർന്നുള്ള മറുപടിയും വളരെ രസകരമായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം പാലക്കാട് നടന്ന പോലെ പെട്ടി വിവാദം ഇവിടെയും കൊണ്ടുവരികയാണ്. അന്ന് നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ ആ നീലപ്പെട്ടി എടുത്തുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നത് നമ്മൾ കണ്ടതാണ്. എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ നോക്കൂ, ഈ പെട്ടിയിൽ എന്തുണ്ട് എന്ന് നോക്കൂ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരെയും വെല്ലുവിളിച്ചിട്ട് പോകുന്നതേ കണ്ടു. അതിൻ്റെ ഒരു മാറ്റം എന്നുള്ള നിലയിൽ അവിടെ നേട്ടമുണ്ടാക്കാനും കഴിഞ്ഞു. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു പെട്ടി കൂടി വരുന്നു, ഒരു ചാര നിറത്തിലുള്ള. അന്ന് നീലപ്പെട്ടിയായിരുന്നു, ഇന്നൊരു ചാര നിറത്തിലുള്ള പെട്ടിയാണ്. നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് മേഖലയിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങളെയൊക്കെ പരിശോധിക്കും. എൻ്റെ വാഹനവും പരിശോധിച്ചിട്ടുണ്ട്. ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയാം, നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും നമ്മൾ ഒരു സമയം കഴിഞ്ഞ്, ഒരു സമയം പരിധി വിട്ട സമയം കഴിഞ്ഞ് നമ്മുടെ വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. പോലീസുകാർ കൊണ്ട് കൈ കാണിക്കാറുണ്ട്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കൈ കാണിക്കാറുണ്ട്, നമ്മൾ വാഹനം നിർത്തി കൊടുക്കാറുണ്ട്. അവർ വാഹനത്തിലേക്ക് ടോർച്ചൊക്കെ അടിച്ചു നോക്കി എന്തെങ്കിലും സംശയാസ്പദമായി കാണുകയാണെങ്കിൽ അവർ അതിനുള്ളിൽ എന്താണ് എന്ന് അന്വേഷിക്കാറുമുണ്ട്, തിരക്കാറുമുണ്ട്, തുറന്നു നോക്കാറുമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് കൊടകര എന്ന് പറയുന്ന സംഭവമാണ് നമ്മുടെ മുന്നിൽ എപ്പോഴും ഉള്ളത്. ഇവിടുന്ന് കോടിക്കണക്കിന് രൂപ ഇവിടുന്ന് കൊടകര കുഴൽപ്പണക്കേസിൽ വന്നപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കോടിക്കണക്കിന് രൂപയല്ലേ BJP-ക്കാർ ഇറക്കിയത്. അത് വാഹനത്തിൽ, സ്വന്തം കാറിലും അല്ലാതെയും ഹെലികോപ്റ്ററിലും ഒക്കെ പണം കടത്തിയിട്ടില്ലേ? ഇവിടെ ഉണ്ടെന്നേ. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് പോലീസിന് കൊടുത്തിരിക്കുന്ന കർശന നിർദ്ദേശമാണ് ഇതെല്ലാം ഓരോ പെട്ടികളും പരിശോധിക്കണം. ഒരു വാഹനം അതിപ്പോൾ ആരുടെയാണെങ്കിലും, ഇനിയിപ്പോൾ ഇപ്പോൾ സ്വരാജ് പറയുന്ന പോലെ UDF-കാരുടെ വാഹനങ്ങൾ പരിശോധിക്കരുത് എന്നൊരു നിയമം ഇവിടെ ഉണ്ടാക്കണം. UDF പ്രവർത്തകരുടെ പെട്ടികളും വാഹനങ്ങളും പരിശോധിക്കരുത് എന്നൊരു നിയമം ഇവിടെ ഉണ്ടാക്കണം. എന്നിട്ട് എന്താണ്, ഇവരെ ഉടനെ രാത്രിയിൽ ബിഗ് ഷോ കാണിക്കുകയാണ്. എൻ്റെ വാഹനം തടഞ്ഞു, എൻ്റെ വാഹനത്തിൽ പെട്ടി പരിശോധിച്ചു. എന്നിട്ട് ഏറ്റവും ദിവസം ഷാഫി പറമ്പിൽ പറയുകയാണ്, എൻ്റെ പെട്ടി തുറന്നു നോക്കിക്കോളൂ, എൻ്റെ പെട്ടി പരിശോധിച്ചിട്ട് പോയാൽ മതി. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമായിരുന്നു വാഹനം, അവർ ഷാഫി പറമ്പിലായിരുന്നു വാഹനം ഓടിച്ചുകൊണ്ട് വന്നേ. പോലീസ് കൈ കാണിച്ചു, വാഹനം നിർത്തി, അവർ പരിശോധിച്ചു, പെട്ടി കണ്ടു, അവർ പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ പറ്റത്തില്ല, എൻ്റെ വാഹനം പരിശോധിക്കണം. എന്തിനാ എൻ്റെ വാഹനത്തിന് കൈ കാണിച്ചത്? ഇതാണ് തണ്ട്. എൻ്റെ വാഹനത്തിന് എന്തിനു നിങ്ങൾ കൈ കാണിച്ചു എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. എൻ്റെ വാഹനം കൈ കാണിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വാഹനത്തിനുള്ള എല്ലാ സാധനങ്ങളും പരിശോധിച്ചിട്ട് പോയാൽ മതി എന്നുള്ള നിലയിൽ. അതായത് കാബൂളിവാല എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കാബൂളിവാല. ആ സിനിമയിൽ ശങ്കരാടി ഒരു ചായക്കട നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ചായക്കട നടത്തുന്ന സമയത്ത് അവിടെ രാവിലെ തന്നെ 2 പേര് എവിടെ നിന്നോ വന്ന്, അതായത് ഇന്നസെൻറ്റും പിന്നെ കന്നാസും കടലാസും, ഇവർ 2 പേരും ഈ ശങ്കരാടിയുടെ വീടിൻ്റെ അടുക്കളയിൽ കയറിയിട്ട് ഒളിച്ചിരുന്നു. അപ്പോൾ ഒരു പോലീസുകാർ അന്വേഷണത്തിനായി വരുന്നു. അപ്പം പരിശോധിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അപ്പോൾ ഒരു തട്ടിൻ്റെ അടിയിൽ ഇവർ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒളിച്ചിരിക്കുന്ന സമയത്താണ് ജനാർദ്ദനാണ് പോലീസുകാരൻ്റെ വേഷത്തിൽ വരുന്നത്. പലയിടത്തും അന്വേഷിച്ചിട്ട് ഇവരെ കണ്ടു കിട്ടിയില്ല. അപ്പോൾ ശങ്കരാടി കുറച്ചുകൂടെ ക്ലീൻ ഇമേജ് ആവാൻ ശ്രമിക്കുകയാണ് അവിടെ. ഞാൻ തെറ്റുകാരനല്ല, നിങ്ങൾ എന്നെ തെറ്റുകാരനാക്കുകയാണ്, എനിക്കങ്ങനെ ആരെയും ഒളിപ്പിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനൊരു വലിയ മാന്യനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോലീസിനോട് പറഞ്ഞു, ഞാൻ ഇവിടെ കൂടെ പരിശോധിച്ചു. അപ്പോൾ പോലീസ് പറഞ്ഞു, പോട്ടെ, സാരമില്ല, ഞാനങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞു, പറ്റില്ല, ഇതും കൂടെ പരിശോധിച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയുന്നു. അപ്പോഴാണ് ഈ പറയുന്ന ഒരു ചാക്ക് പൊക്കി നോക്കുകയും ഒരു സ്ലാബിൻ്റെ അടിയിൽ ഇരിക്കുന്ന 2 പേര് ഒളിച്ചിരിക്കുന്നത് കാണുകയും ചെയ്യുന്നത്. ഈ പറയുന്നൊരു അവസ്ഥയാണ് ശരിക്കും. അപ്പോൾ ശങ്കരാടിയാണ് എനിക്ക് ഓർമ്മ വന്നത്, ഷാഫി പറമ്പിൽ, എൻ്റെ പരിശോധിച്ചിട്ട് പോയാൽ മതി, പരിശോധിക്കണം, ഇതൊരു നിയമമാണെന്നേ. കേരളത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശത്തേക്ക് എത്തുന്ന വാഹനങ്ങൾ കൃത്യമായി പരിശോധിച്ച് വിടും. അത് ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും VD സതീശനാണെങ്കിലും M സ്വരാജ് ആണെങ്കിലും. പിന്നെ മുഖ്യമന്ത്രിയുടെ വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ പ്രശ്നം, അതിന് അകമ്പടി ഉണ്ടാവുമല്ലോ, കാരണം മുഖ്യമന്ത്രിയുടെ വാഹനമാണ് എന്നറിയാം. അപ്പം ഇങ്ങനെ വരുന്ന വാഹനങ്ങൾ പരിശോധിച്ച് തന്നെ കയറ്റി വിടണം, അത് നിയമമാണ്. ആ നിയമത്തിനെ വെല്ലുവിളിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. എന്തിന്? ഒരു ഷോ ഓഫ് നടത്തുക. അവിടെ നിൽക്കുന്ന പോലീസുകാരനെ നീ എന്നൊക്കെ വിളിച്ചങ്ങ് സംസാരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്ന് വെച്ചാൽ എന്നിട്ട് പറയണം, ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചു. ഇതിൽ എങ്ങനെ അപമാനം ഉണ്ടാകും? ഇപ്പം അങ്ങനെയാണെങ്കിൽ ഏതൊരു പൗരനും കൊണ്ട് കേസ് കൊടുക്കരുതോ? പോലീസുകാർ ഇപ്പം ഞാൻ വാഹനം ഓടിച്ചു പോകുമ്പോൾ എൻ്റെ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചു, അതുകൊണ്ട് എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കരുതോ? മാനനഷ്ടത്തിന് കേസ് കൊടുക്കരുതോ? ഒരു തെറ്റും ചെയ്യാത്ത എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി പോലീസുകാർ വാഹനം പരിശോധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ചെയ്യേണ്ട ചില പ്രോട്ടോക്കോളുകളാണ് ചെയ്യുന്നത്. ചില നിയമപരമായ ചില വ്യവസ്ഥിതികളുണ്ട്, നിയമപരമായ ചില അച്ചടക്കങ്ങളും ചട്ടങ്ങളുമുണ്ട്. അതാണ് ശരിക്കും പോലീസുകാർ ചെയ്തത്.
അത് പിന്നെ ഈ പറയുന്ന എം പിയുടെ കാറായാലും ശരി, ഇപ്പം ഷാഫി പറമ്പിൽ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നു, എന്താ പരിശോധിക്കാൻ പാടില്ല എന്നുണ്ടോ? അല്ലെങ്കിൽ അവിടേക്ക് പ്രവേശിക്കുന്ന UDF നേതാക്കന്മാരുടെ വാഹനം പരിശോധിക്കാൻ പാടില്ല എന്ന് നിയമം വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. തെരഞ്ഞെടുപ്പിന്റെ പൊതു രീതി അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. അതിന് ഷോ ഓഫ് നടത്തുക. കാരണം എന്താ? അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യണം. കാരണം എന്താ? ഇത് പിണറായി വിജയൻ ഇടപെട്ടുകൊണ്ട്, ഇടതുപക്ഷ സർക്കാർ ഇടപെട്ടുകൊണ്ട് അവരുടെ പോലീസിനെ കൊണ്ട് വ്യാപകമായി ഇവർ കള്ളന്മാരാണ്, കോൺഗ്രസ്സുകാർ കള്ളന്മാരാണെന്ന് വരുത്തി തീർക്കുന്നു. അങ്ങനെ അവരുടെ ഇമേജിന് കോട്ടം വരുത്താൻ സാഹചര്യം ഒരുക്കുന്നു. ഈ രീതിയിൽ പറഞ്ഞു പരത്തുക, ഈ രീതിയിൽ അതിനെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതല്ലേ അതിൽ മനസ്സിലാക്കുന്നത്. അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുക. എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ ജനങ്ങൾ തെറ്റിദ്ധരിക്കട്ടെ, ഞങ്ങളെ ഇവിടിട്ട് വേട്ടയാടുന്നു എന്നുള്ള കാര്യം ജനങ്ങൾ ചിന്തിക്കട്ടെ എന്ന് കരുതിയിട്ട് നടത്തുന്ന ഒരു ഡ്രാമ, പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് പറയുന്നതാവും ശരി. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ഷോ ഓഫാണ് നടത്തുന്നത്. മര്യാദയ്ക്ക് അങ്ങ് പോയാൽ പോരെ. അത് അന്ന് പെട്ടി സൂക്ഷിക്കാൻ എന്തിനാണ് ഒളിച്ചും പതുങ്ങിയൊക്കെ അന്ന് പാലക്കാട് പെട്ടി കൊണ്ടുവരുന്നത്? ശരി, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വസ്ത്രമാണ് എന്ന് കരുതുക. എന്തിനാ ഒളിച്ചും പാത്തും ഈ പറയുന്ന ഫെനി കൊണ്ടുവരുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെന്താ? അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ കൊണ്ടുവരുന്നത് പണമാണ് എന്നുള്ള വ്യാജേന സ്വന്തം വസ്ത്രം കൊണ്ടുവരിക. എന്നിട്ട് അവസാനം പോലീസ് പിടിച്ചു കഴിയുമ്പോൾ, അല്ലെ അങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിയുമ്പോഴേക്ക് പോലീസ് പിടിച്ചു കഴിയുമ്പോൾ പറയാമല്ലോ, എൻ്റെ തുണി ഇരിക്കുന്ന പെട്ടിയായിരുന്നു അത് എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. എന്നിട്ട് പറയുകയാണ് ഇത് രാഷ്ട്രീയമായി മുതലെടുപ്പിനുള്ള ശ്രമമാണ് എന്നൊരു ആരോപണം ഉന്നയിച്ചു കഴിയുമ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നത് ശരിയാ, പാവങ്ങൾ രണ്ടെണ്ണം, അല്ല ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ വാഹനം സെർച്ച് ചെയ്യുന്നതിനാ. പക്ഷേ ഈ ജനങ്ങൾക്കറിയാം, നിങ്ങൾ ഓരോരുത്തരും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും റോഡിൽ നിരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ വാഹനങ്ങളിൽ പരിശോധന നടത്താറുണ്ടോ എന്നുള്ള കാര്യം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ പൊളിറ്റിക്കലൈസ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാനനഷ്ടം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, അത് അവർ ചെയ്യുന്ന അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമുക്കെങ്ങനെ മാനനഷ്ടം ഉണ്ടാവും? അല്ലെങ്കിൽ നമ്മൾ കള്ളനായിരിക്കണം, അല്ലെ നമ്മൾ നമ്മുടെ വാഹനത്തിൽ ഇത് സാധനം അല്ലെങ്കിൽ പണമോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു അട്ടിമറിക്കുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ കടത്തുന്നവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവും. കാരണം ഞാൻ എത്ര ഉന്നതനാണെങ്കിലും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ജനാധിപത്യ രീതിയോട് നീതി പുലർത്തുന്നവരാണ്. അത് ഈ പറയുന്ന പോലെ വ്യാജ ID കാർഡ് അടിച്ചവർക്കൊക്കെ എന്ത് തെരഞ്ഞെടുപ്പ് അല്ലേ, എന്ത് ജനാധിപത്യം അല്ലേ? നമ്മൾ അങ്ങനെയൊക്കെ പറയേണ്ടി വരും. അപ്പം ഈ രീതിയിലൊക്കെ ഇതിനെ വളച്ചൊടിച്ചുകൊണ്ട് പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും 10 വോട്ടുണ്ടാക്കുക. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചർച്ച ചെയ്തിരുന്ന പോലെ ആ രീതിയിൽ ഇതിനെ പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ആശങ്കയാണ് അവർക്ക് തോറ്റുപോകുമോ എന്നുള്ള ഒരു ഭയം. അപ്പോൾ ആ ഭയത്തിൽ നിന്നുകൊണ്ട് കാണിച്ചു കൂട്ടുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇത്തരം നാടകങ്ങൾക്കൊന്നും ഈ ഇടതുപക്ഷത്തിൽ നിന്ന് മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇടതുപക്ഷ കാര്യം ഇവർ പറഞ്ഞു വർഗീയത ഇപ്പം VD സതീശൻ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, നിലമ്പൂരിൽ വേറൊന്നും പറയാൻ കഴിയാത്തതുകൊണ്ട് വർഗീയത പറഞ്ഞു എന്നാണ് LDF എന്ന് പറയുന്നു. ഈ പറയുന്ന ഹിന്ദു മഹാസഭ, ആരാണ് ഹിന്ദു മഹാസഭയെന്ന് ഒറ്റ ചോദ്യം കൊണ്ട് സംസ്ഥാന സെക്രട്ടറി തട്ടിക്കളഞ്ഞതല്ലേ. ആരാണ് ഹിന്ദു മഹാസഭ? നമുക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും നടന്നതായിട്ട്, അല്ലേ? അവർ പിന്തുണ തരാമെന്നൊന്നും നമ്മളോടാരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മാറ്റിയില്ലേ. അത് PDPയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ പിന്തുണയെ നിഷേധിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ആ രീതിയിലെല്ലാം വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലൂടെയാണ് സത്യത്തിൽ കോൺഗ്രസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ കഴിയില്ല. വീണ് കിട്ട എന്തിനേയും രാഷ്ട്രീയമാക്കുക. നമുക്കറിയാം ആ കുഞ്ഞ് അവിടെ വഴിക്കടവിൽ ഒരു ഷോക്കേറ്റ് മരിച്ചൊരു സംഭവം, അതിനെ ഏത് രീതിയിലാണ് അവർ വളർത്തിക്കൊണ്ട് വന്നത്? നമ്മൾ ആലോചിച്ച് നോക്കണം. ആ ഒരു ഇഷ്യൂവിനെ, ഒരു കുഞ്ഞ് അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു, അത് ഒരു വ്യക്തി നടത്തിയ അപകടമാണ്, ഒരു വ്യക്തി വരുത്തി വെച്ച വിനാശമാണത്. അയാൾ നിരന്തരമായി ഈ രീതിയിൽ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് നേരിട്ട് കറണ്ട് എടുത്ത് പന്നിയെ പിടികൂടി കച്ചവടം ചെയ്യുന്നു, അതിൻ്റെ ഇറച്ചി കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. അത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ അനുമതിയോടുകൂടി തന്നെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് രാത്രി എന്താ അവർ കാണിച്ചു കൂട്ടിയത് കോൺഗ്രസ്സുകാർ? വെപ്രാളമാണ്. ഈ വീഴുന്ന എന്തിനേയും പൊളിറ്റിക്കലൈസ് ചെയ്യുക, രാഷ്ട്രീയമാക്കുക. 10 വോട്ട് അങ്ങനെയെങ്കിലും കിട്ടട്ടെ. എന്നിട്ട് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിന് നാണമുണ്ടായിരുന്നു. ഒന്നുമില്ല, അങ്ങനെ ഒരു സിനിമാ പ്രവർത്തകൻ കൂടിയല്ലേ അദ്ദേഹം. ആര്യാടൻ ഷൗക്കത്ത് അതിനെ പറഞ്ഞത് എന്താണ്? ഗവൺമെന്റ് സ്പോൺസേർഡ് മർഡർ എന്നാണ് പറഞ്ഞത്. ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് ജ്യോതികുമാർ ചാമക്കാല തെരുവിലൂടെ പറഞ്ഞത് എന്താ? ഇതും ഗവൺമെന്റ് സ്പോൺസേർഡ് മർഡർ, സർക്കാർ സ്പോൺസർ ചെയ്ത കൊലപാതകമാണത്രേ ആ കുഞ്ഞിനെ, അനന്തുവിനെ കൊന്നത്. ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു വരത്തിയത്? എന്തൊക്കെയായിരുന്നു? വളരെ പെട്ടെന്ന് തന്നെയല്ലേ എങ്ങനെ എന്ത് വീണ് കിട്ടും എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നിട്ട് വലിയൊരു പ്രതിഷേധം സംഘടിപ്പിച്ചില്ലേ? ആ പ്രതിഷേധം വളരെ പെട്ടെന്നുണ്ടായ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് AK ശശീന്ദ്രൻ പറഞ്ഞപ്പോൾ ഉടനെ അതിനെതിരായി പ്രതിഷേധം സംഘടിപ്പിക്കുകയല്ലേ? രാഷ്ട്രീയമായി ചർച്ച ചെയ്യാൻ
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. അതിൻ്റെ ഒരു അലയൊലികളാണ് ഇപ്പോൾ ഈ പറയുന്ന ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെ ഈ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് ചർച്ച ചെയ്യാൻ വേറൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടുന്നതിന്, വീണിടം വിഷ്ണുലോകം എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും വീണ് കിട്ടുകയാണെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും രാഷ്ട്രീയവൽക്കരിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക. ഇക്കൂട്ടരൊക്കെ കേരളം ഭരിക്കുന്ന അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ. എങ്ങനെ പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്.